കാഡ് സോഫ്റ്റ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വിൻഡോയുടെ എലിവേഷൻ വരയുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ സ്ട്രെച്ച് ടൂൾ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ പറ്റിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് വീഡിയോ കാണാം. എലിവേഷൻ, അതായത് ബിൽഡിങ്ങിൻ്റെ എലിവേഷനൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെക്ഷൻ ചെയ്യുമ്പോൾ അതുപോലെ റൂമിൻ്റെ എലിവേഷനൊക്കെ ചെയ്യുമ്പോൾ ആവശ്യമുള്ളതാണ് ഈ വിൻഡോ. കാരണം ഒരു റൂമിൽ അതുപോലെ തന്നെ പുറത്തായാലും എല്ലാം വിൻഡോ കൊടുത്തിട്ടുണ്ടാവും ഈ ബിൽഡിങ്ങിൻ്റെ അകത്ത്. അപ്പോൾ ആ വിൻഡോൻ്റെ കുറേ ടൈപ്പ് സൈസുകളാണ്, സ്റ്റാൻഡേർഡ് സൈസുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഓരോ സൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ W1 എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു കോളം എന്ന് പറയുന്നത്, ഒരു വിൻഡോൻ്റെ ഒരു കോളം എന്ന് പറയുന്നത് 50 ആണ് എടുക്കുക, 50. പക്ഷേ ശരിക്കും വർക്ക് ചെയ്യുമ്പോൾ 55 ആണ് ചെയ്യുന്നത്. അതായത് ആശാരി വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 55 ആണ് വുഡിൻ്റെത് എടുക്കുക. പക്ഷെ നമ്മൾ ഡ്രോയിങ് ചെയ്യുമ്പോൾ 50 എടുത്താൽ മതി. അതേപോലെ W2 എന്ന് പറയുന്നത് 100 ആയിരിക്കും. W3 എന്ന് പറയുന്നത് 150, അതായത് 3 കോളം. 200 W4 എന്ന് പറയുമ്പോൾ 4 കോളം. അങ്ങനെയാണ് ഓരോ നമ്പർ അനുസരിച്ചാണ് ഓരോന്നിനും ഓരോ പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒരു റൂമിൻ്റെ സ്പേസ് അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ യൂസേജ് അനുസരിച്ചാണ് നമ്മൾ ഓരോ വിൻഡോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ചില കേസിൽ ഇപ്പോൾ ബെഡ്റൂമിൽ തന്നെ വലിയ സൈസിലുള്ള വിൻഡോകളൊക്കെ കൊടുക്കുന്നുണ്ട്. അതായത് ഒരു ഡോറ് പോലെ തന്നെയുള്ള, കാരണം പുറത്തേക്ക് ചിലപ്പോൾ ചെറിയൊരു കോട്ടിയാടൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി അങ്ങനെ ഉള്ള ടൈപ്പും ഉണ്ട്, ചെയ്യുന്നുണ്ട് മോഡേൺ ടൈപ്പിൽ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ സാധാരണ ഒരു വീട്ടിലേക്കാണെങ്കിൽ ഇതുപോലുള്ള വിൻഡോസ് മതിയാവും. അപ്പോൾ അതിൽ തന്നെ 2 ടൈപ്പ് വരുന്നുണ്ട്. ഒന്ന് W1 എന്നിട്ട് പിന്നെ ഒന്ന് KW1 എന്ന് പറഞ്ഞ് കാണും ഇവിടെ. അതായത് കിച്ചണിൽ വരുന്ന വിൻഡോസാണ്. കിച്ചണിൽ വരുന്ന വിൻഡോസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് കുറവായിരിക്കും. 120 ഹൈറ്റ് ഉണ്ടാവുള്ളൂ. മറ്റേതിൻ്റെയൊക്കെ ഹൈറ്റ് ശ്രദ്ധിച്ചാൽ കാണാം 150 ആണ് സ്റ്റാൻഡേർഡ് സൈസ് ഹൈറ്റ്. എല്ലാറ്റിൻ്റെയും 150 ആണ് വരിക. പിന്നെ ചില കേസിൽ ഇപ്പോൾ W1 എന്ന് പറയുമ്പോൾ ഒറ്റ വിൻഡോ ആയിട്ട് കൊടുക്കുമ്പോൾ ചില കേസിൽ 180 കൊടുക്കും, അല്ലെങ്കിൽ 150 കൊടുക്കാം. ഈ 180 കൊടുക്കുന്ന കേസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ഡോറിൻ്റെ അടുത്ത് ചിലപ്പോൾ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ടാവും, 1-2 വിൻഡോ കൊടുത്തിട്ടുണ്ടാവും. അത് ചിലപ്പോൾ ഫുൾ ലെങ്ത്തിലായിരിക്കും ഉണ്ടാവുക. അത് 180 ഉണ്ടാവും, അല്ലെങ്കിൽ 210 ഉണ്ടാവും. അത് യൂസ് ചെയ്യുന്ന പോലെ എങ്ങനെ വേണമെങ്കിൽ മാറ്റാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു സൈസ് കൊടുത്തതേ ഉള്ളൂ. 180 കൊടുക്കുക, അല്ലെങ്കിൽ 210, അതായത് 210 എന്ന് പറയുന്ന ഡോറിൻ്റെ ഹൈറ്റാണ് 210 എന്ന് പറയുന്നത്. ആ ഒരു സൈസിലേക്കും വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ യൂസേജ് അനുസരിച്ചാണ് ഈ വിൻഡോ ആയാലും ഡോറായാലും സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് സൈസിലായിട്ട് ഇപ്പോൾ ഇങ്ങനെ പഠിക്കുമെങ്കിലും ചില കേസിൽ നമ്മൾ ബിൽഡിംഗ് എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോട്ടിയാടിലേക്ക് ഇറങ്ങണമെങ്കിൽ ഒരു ഡോറും വിൻഡോവും കൂടിയിട്ടുള്ള ഒരു ടൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്ലൈഡിങ് ടൈപ്പോ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു ഹൈറ്റ് തന്നെ കൊടുക്കേണ്ടി വരും. സാധാരണ ഹൈറ്റ് കുറച്ച് കൊടുത്താൽ ഒരാൾക്ക്, നല്ലൊരു ഹൈറ്റ് ഉള്ള ഒരാൾക്ക് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് 210 ചിലപ്പോൾ ഹൈറ്റൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ വിൻഡോൻ്റെ ഡോറിൻ്റെ എപ്പോഴും സൈസ്, സ്റ്റാൻഡേർഡ് സൈസ് ഹൈറ്റ് 210 ആണ് വരിക. ഹൈറ്റ് വരുമ്പോൾ 210 ആണ് വരിക. വിൻഡോൻ്റെത് നോർമലി 150 അല്ലെങ്കിൽ 210 വരെ കൊടുക്കാം. കിച്ചൺ വിൻഡോൻ്റെ വരുമ്പോൾ ഹൈറ്റ് 120 ആയിരിക്കും. അത് ഓർമ്മിച്ച് വെച്ചാൽ മതി. കിച്ചൺ വിൻഡോൻ്റെ എപ്പോഴും 120 ആയിരിക്കും ഹൈറ്റ് ഉണ്ടാവുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ഒരു സ്ലാബ് കൊടുക്കുന്നുണ്ട് അല്ലേ. അതായത് കിച്ചൺ സിങ്കും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവും ഇതൊക്കെ കൊടുക്കാൻ വേണ്ടി അവിടെ ഒരു ചെറിയൊരു സ്ലാബ് സെറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് 120 കൊടുക്കുന്നത്. നല്ല ഹൈറ്റ്, താഴേന്ന് നല്ല ഹൈറ്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്ലാബ് അവിടെ സെറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് വെക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വിൻഡോ കൂടി കവറാകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് അവിടെ എന്തായാലും കിട്ടണം. അപ്പോൾ അതിനാണ് ഇത്രയും ഹൈറ്റിൽ കൊടുക്കുന്നത്. വിൻഡോൻ്റെ ഹൈറ്റ് ഇത്രയും കുറച്ച് കൊടുക്കുന്നത്. ഇതിലിപ്പോൾ ഞാൻ ഒറ്റ ഇത് മാത്രം കൊടുത്ത കാരണം വെച്ചാൽ ഇതിൻ്റെ ലെങ്ത് ഒക്കെ സെയിം ആണ്. ഇതിപ്പോൾ ഇത് കണ്ട 150 എന്ന് പറയുന്നത് ഇതിലും 150 തന്നെയാണ്, ഇതിലും 150 ആണ്. ഹൈറ്റ് മാത്രമേ മാറുന്നുള്ളൂ. എലിവേഷനിൽ ഹൈറ്റ് മാത്രമേ മാറുള്ളൂ. അതുകൊണ്ടാണ് ഇത് 2 ടൈപ്പ് ഇവിടെ ചെയ്തിട്ട് പ്ലാൻ ഒരെണ്ണം മാത്രം നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്ലാനിൽ ലെങ്ത്ത് സെയിം ആണ്. ഇപ്പോൾ 50 W1 അല്ലെങ്കിൽ KW1 എന്ന് പറഞ്ഞാൽ 50 ആയിരിക്കും, ഒറ്റ കോളായിരിക്കും. KW2 അല്ലെങ്കിൽ W2 എന്ന് പറയുമ്പോൾ 100 ആയിരിക്കും, 2 കോളായിരിക്കും. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്ലാൻ ഒരു ടൈപ്പ് ചെയ്തിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്കത് ചെയ്യുന്ന സമയത്ത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇൻസേർട്ട് ചെയ്താൽ മതി. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. റൈറ്റ് ബ്ലോക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഈ ഒരു എലിവേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ അത് ഞാൻ 200 150 എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്.
ഇപ്പോൾ 200 150 എന്നുള്ള ഒരു വിൻഡോ ആണ് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ റെക്റ്റാങ്കിൾ എടുക്കുക. റെക്റ്റാങ്കിൾ എടുത്തിട്ട് അറ്റ് ദ റേറ്റ് 200, 150 അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും കൊടുത്തു. അതിനുശേഷം നമ്മൾ ഫ്രെയിമാണ് ചെയ്യുക. അപ്പോൾ ഫ്രെയിം ഞാൻ പറഞ്ഞു, അതായത് വിൻഡോൻ്റെ ഫ്രെയിം വരുമ്പോൾ 7 അല്ലെങ്കിൽ 8 ആണ് കൊടുക്കുക, ഏതിലായാലും. ഇപ്പം ഡോറായാലും വിൻഡോ ആയാലും ഫ്രെയിം 7 or 8 ആണ് അതിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ 8 ആണ് എടുക്കുന്നത്. അപ്പോൾ 8 എടുക്കുമ്പോൾ 8 എന്നുള്ളത് ഡയറക്റ്റ് ഓഫ്സെറ്റ് കൊടുക്കാൻ പാടില്ല, പകരം ഓഫ്സെറ്റ് എടുത്തിട്ട് 4 എന്ന് കൊടുക്കും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈക്വലായിട്ട് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഒന്നിൽ സെൻറ്ററിലുള്ള ഭാഗം ചെറുതായി പോകും, അല്ലെങ്കിൽ എൻഡിലുള്ള ഭാഗം ചെറുതായി പോകും, കുറച്ച് കോളമൊന്ന് ചെറുതായി പോകും. അപ്പോൾ ഈക്വലായിട്ട് കിട്ടാൻ വേണ്ടി ഓഫ്സെറ്റ് 4 എടുക്കുക. 4 എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് 2 തവണ ഓഫ്സെറ്റ് ചെയ്യുക. അതായത് ഓഫ്സെറ്റ് 4 വീണ്ടും ഒരു 4, അങ്ങനെ ടോട്ടൽ 8. അങ്ങനെ ചെയ്തു. അതിനുശേഷം ഈ ഒരു ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്റ്റാങ്കിളാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. അതിനെന്ത് ചെയ്യാന്ന് വെച്ചാൽ എക്സ്പ്ലോഡ് ചെയ്യുക. എക്സ്പ്ലോഡ് ചെയ്യുന്നത് ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അത് നമ്മൾ പോളി ലൈൻ എടുക്കുന്ന സമയത്ത് നോർമൽ ലൈൻ ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷൻ എക്സ്പ്ലോഡ്, മോഡിഫൈയിൽ എക്സ്പ്ലോഡ്, എക്സ് എന്ന് പറയുന്ന ഷോർട്ട് കട്ട് വെച്ചിട്ട് ചെയ്യുന്നത് എക്സ്പ്ലോഡ്. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക, അതിനെ എക്സ്പ്ലോഡ് ചെയ്ത് വെക്കാം. ഈ സെൻട്രൽ ലൈൻ എക്സ്പ്ലോഡ് ചെയ്താലും മതി, അല്ലെങ്കിൽ ഇതും അത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഞാൻ എക്സ്പ്ലോഡ് ചെയ്തു. ഇപ്പം നോർമൽ ലൈനായി മാറി. നോർമൽ ലൈനാക്കി മാറ്റിയതിന് ശേഷം ഇതിനെ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഏതാണെന്ന് വെച്ചാൽ ഡ്രോ മെനുവിൽ പോയിൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്താണ് ഡിവൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ വരിക. അതായത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഡിവൈഡ് എന്ന് പറയുന്നത്. ഡ്രോ മെനു ബാറിൽ പോയിന്റിൽ ഡിവൈഡ്, ഷോർട്ട് കട്ട് വരുന്നത് DIV, ഡിവൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ, DIV. ഡിവൈഡ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക വെച്ചാൽ ഈ സെൻറ്റർ ലൈൻ ഒന്ന് സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്യുക. എന്നിട്ട് പോയിന്റ് കൊടുക്കുമ്പോൾ ഇപ്പം നമുക്ക് 4 പോയിന്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ 4 എന്ന് കൊടുക്കുക. ഇപ്പോൾ 5 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടെങ്കിൽ 5 എന്ന് കൊടുക്കുക, 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടെങ്കിൽ 3 എന്ന് കൊടുക്കുക. അപ്പം ഞാൻ 4 ആയിട്ടാണ്, നമുക്കിപ്പോൾ 4 കോളായിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ 4 എന്ന് കൊടുത്തു. ഡിവൈഡ് ചെയ്ത് കൊടുത്തു. നമ്മളിത് കാണുന്നില്ല, ഞാൻ ഒന്നും കൂടി ഡിവൈഡ് ചെയ്യുന്നത് പറഞ്ഞുതരാം. DIV എൻ്റർ ചെയ്യുക. ഏതാണോ ലൈൻ എന്ന് വെച്ചാൽ അത് ആ ലൈനിനെ സെലക്ട് ചെയ്യുക. പിന്നെ നമ്പർ, എത്ര നമ്പറാണെന്നുള്ളത് കൊടുക്കുക, എൻ്റർ ചെയ്യുക. അങ്ങനെയാണ് നമ്മളിത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഇവിടെ പോയിൻ്റ് ഒന്നും കാണുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഫോർമാറ്റ് മെനുവിൽ പോയിൻ്റ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. പോയിൻ്റ് സ്റ്റൈൽ, ഫോർമാറ്റ് മെനു ബാറിൽ പോയിൻ്റ് സ്റ്റൈൽ. അതിൻ്റെ ഷോർട്ട് കട്ട് കുറച്ച് വലുതാണ്, DDP ടൈപ്പ്, DDP ടൈപ്പ്. അതാണ് പോയിൻ്റ് സ്റ്റൈലിൻ്റെ ആ ഒരു ഇത് വരുന്നത്. DDP ടൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. DDP ടൈപ്പ്, അതായത് പോയിൻ്റ് സ്റ്റൈൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇപ്പോൾ ഉള്ള സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരു ഡോട്ടാണ്, അതുകൊണ്ടാണ് ഇവിടെ കാണാത്തത്. അപ്പോൾ നമ്മളത് മാറ്റിയിട്ട് ഞാൻ വേറെ ഏതെങ്കിലും ഒന്ന് കൊടുത്തു, ഓക്കെ കൊടുത്തു. അതിൻ്റെ സൈസ് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക, വലിപ്പം കൂട്ടണമെങ്കിൽ കൂട്ടാം. ഇപ്പം കണ്ടോ, ഇവിടെ ഇങ്ങനെ പോയിന്റ് കിട്ടി. അപ്പോൾ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തെങ്കിലും 3 പോയിൻ്റേ കാണിക്കുള്ളൂ. അതായത് ഇതിപ്പോൾ ഒരു കോളം 2 3 4 അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. 3 പോയിൻ്റേ കാണിക്കുള്ളൂ. ഇപ്പം 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 പോയിൻ്റേ കാണിക്കുള്ളൂ, പക്ഷെ 3 ആയിട്ട് ഡിവൈഡ് ആവും, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തു. ഇനി ഇതിൻ്റെ കോപ്പി എടുക്കുക. ഓരോ പോയിന്റിലേക്ക് നമ്മളിങ്ങനെ കോപ്പി എടുത്ത് വെക്കുക. അതായത് ഈ സൈഡിൽ നിന്ന് കോപ്പി എടുത്ത് ഈ പോയിന്റ് പിക്ക് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ പോയിന്റ് കൊടുക്കുക. ആ പോയിന്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടെ ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓസ്നാപ്പിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പോയിന്റ്സും ഓണാന്ന് നോക്കുക. അതായത് അതിൽ വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞത് ഈ നോഡ് എന്ന് പറയുന്ന പോയിന്റാണ്.
ഈ നമ്മൾ ഇത് കൊടുത്തിട്ടുള്ള ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഇതിലൊക്കെ വരുന്നത്. അപ്പോൾ ആ പോയിന്റ് വന്നിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്താൽ മതി. ജസ്റ്റ് എല്ലാ പോയിന്റും ഒന്ന് ഓണാക്കി വെക്കുക. കൂടുതലും പാരലൽ വേണമെന്നില്ല, ബാക്കി അത്യാവശ്യമുള്ളത് നിയറസ്റ്റ്, അതുപോലെ തന്നെ ഇൻ്റർസെക്ഷൻ, ക്വാഡ്രൻ്റ്, നോഡ്, സെൻറ്റർ, മിഡ് പോയിന്റ്, എൻഡ് പോയിന്റ്, ഇത്രയും പോയിന്റ് ഓണാണെന്നൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അവിടെ കിട്ടും. ഇനി ഇത് ചെയ്തതിന് ശേഷം ഈ പോയിന്റിൻ്റെ ആവശ്യം ഇനിയില്ല, അത് നമ്മൾ ഡിലീറ്റ് ചെയ്യുക. സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കൊടുത്തു. അടുത്തത് ഈ സെൻറ്ററിൽ നമുക്ക് ഫ്രെയിം കൊടുക്കണം. അപ്പോൾ ഫ്രെയിം കൊടുക്കാൻ വേണ്ടി ഓഫ്സെറ്റ് 4 തന്നെ എടുക്കുക. 4 എടുത്തതിന് ശേഷം എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ 2 പോയിന്റ് 2 ഭാഗത്തായിട്ട് കൊടുക്കും. ഒന്ന് ഈ ഭാഗത്തേക്കും ഒന്ന് ഈ ഭാഗത്തേക്കും കൊടുക്കുക. അതേപോലെ ഇവിടെയും ചെയ്യുക. അതേപോലെ ഈ ഭാഗത്തും ചെയ്യുക. അങ്ങനെ എല്ലാ ഭാഗത്തും ചെയ്തു. ഇങ്ങനെ കിട്ടി. ഇനി അതിന് ശേഷം എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ സെൻറ്ററിൽ വരുന്ന എല്ലാ ലൈൻസിനെയും നമ്മൾ എറേസ് ചെയ്ത് കൊടുക്കുക. എല്ലാ ലൈൻസും എറേസ് ചെയ്ത് കൊടുക്കുക. സെൻറ്ററിൽ വരുന്ന ലൈൻസ് എറേസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനെ ട്രിം ചെയ്യുക. ട്രിം ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടി. അത് ഫ്രെയിമായി അതിൻ്റെ. നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇനിയിപ്പം നമ്മൾ ഗ്ലാസ് സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പം ഗ്ലാസിൻ്റെ ആ ചട്ട, അതിനെ സ്റ്റൈൽ എന്ന് പറയും. ഗ്ലാസ് ചട്ട വരുന്ന ആ ചട്ടം, പിന്നെ ഗ്ലാസ്സാണ് അതിൻ്റെ അകത്ത് വരിക. ഗ്ലാസ് നമ്മൾ പക്ഷേ ഇതിൻ്റെ ഓഫ്സെറ്റ് എടുത്ത് കാണിക്കാൻ കഴിയില്ല. അപ്പോൾ ഗ്ലാസ് ചട്ട ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ റെക്റ്റാങ്കിൾ എടുത്ത് വരക്കുക, അല്ലെങ്കിൽ ഇതിനെ തന്നെ നമ്മൾ പോളിലൈൻ ആക്കി മാറ്റിയാലും മതി. പോളിലൈൻ ആക്കി മാറ്റാൻ വേണ്ടി പോളിലൈൻ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. മോഡിഫൈയിൽ ഒബ്ജക്റ്റിൻ്റെ അകത്ത് പോളിലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ, പോളിലൈൻ എഡിറ്റ് ആണ് ഇത് വരുന്നത്. മോഡിഫൈയിൽ ഒബ്ജക്റ്റിൽ പോളിലൈൻ, PE, പോളിലൈൻ എഡിറ്റ്. ഒരു ലൈനിനെ സെലക്ട് ചെയ്യുക. ഒരു ലൈൻ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ചോദിക്കും ഡു യു വാണ്ട് ടു ടേൺ ഇൻ ടു 1. യെസ് എന്നുള്ളത് ബ്രാക്കറ്റിലുണ്ടാവും. ഒന്ന് എൻ്റർ അടിച്ചു കൊടുത്താൽ മതി. എൻ്റർ അടിച്ചു കൊടുത്തതിന് ശേഷം ജോയിൻ, ജെ എൻ്റർ ചെയ്യുക. ജെ എൻ്റർ ചെയ്തതിന് ശേഷം ഇതിനെ ഈ ഒരു പോർഷൻ അങ്ങനെ സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്യുക. അപ്പോൾ അതായി. അതേപോലെ എല്ലാം ചെയ്യേണ്ടി വരും. ഇനി അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളൊരു റെക്റ്റാങ്കിൾ എടുത്തിട്ട് ജസ്റ്റ് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. അത് ആവശ്യം കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് എറേസ് ചെയ്താലും കുഴപ്പമില്ല. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിലേക്ക് ഓഫ്സെറ്റ് 5 കൊടുക്കുക. 5 ഇങ്ങനെയുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ വിൻഡോ ചെയ്യുന്നത്. ഇപ്പം നോർമൽ വിൻഡോൻ്റെ ഇതായി. ഇനി ഇവിടെ ഗ്ലാസിൻ്റെ സിമ്പൽ കാണിച്ചാൽ മതി. ഗ്ലാസിൻ്റെ സിമ്പൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഹാച്ചിൽ വേണമെങ്കിൽ നോക്കിയാൽ കാണാം, അല്ലെങ്കിൽ സാധാരണ സിമ്പൽ വരുന്ന ഗ്ലാസിൻ്റെ സിമ്പൽ ഇങ്ങനൊരു സിമ്പലാണ് വരിക. ഗ്ലാസ് ആണെന്ന് ഉദ്ദേശിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പലാണിത്. അത് 3നും ഓരോന്ന് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഹാച്ചിൽ നോക്കുന്നുണ്ടെങ്കിൽ ഹാച്ചിൻ്റെ അകത്തുള്ളത്, ഈ ഹാച്ചിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം ഇതാ ഗോസ്റ്റ് ഗ്ലാസ് എന്ന് പറഞ്ഞൊരു ഹാച്ച് ഉണ്ട്. അതേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിങ്ങനെ തന്നെയാണ് സിമ്പൽ. പക്ഷെ അത് സ്കെയിൽ ചെയ്ത് കൊടുത്താലേ കൂടുതൽ ഈ എണ്ണം കുറക്കണമെങ്കിൽ നിങ്ങൾ ഇതിനെ സ്കെയിൽ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വരും ചിലപ്പോൾ.
ഒരെണ്ണം കാണിച്ചാലും മതി. ലൈൻ എടുത്ത് വരച്ചിട്ട് ഒരെണ്ണം കാണിച്ചാൽ മതി, സിമ്പിൾ, ഗ്ലാസിൻ്റെ സിമ്പിൾ. ഇനി ഇതല്ലാണ്ട് നിങ്ങൾക്ക് വേറൊരു ഡിസൈൻസ് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാം. അതായത് ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഇതുപോലെ അല്ലാണ്ട് ഈ ഒരു സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഒരു പോർഷൻ ഗ്ലാസ് അല്ലാണ്ട് പാനലായിട്ട് വേണമെങ്കിൽ ചെയ്യാം, ഡിസൈനായിട്ട് പാനൽ ഡിസൈൻസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഗ്ലാസ്സിനെ തന്നെ ചെറിയ ഡിവൈഡ് ചെയ്തിട്ടൊക്കെ കൊടുക്കുക. അതായത് ഇങ്ങനെ സെൻറ്ററിലൊരു ലൈൻ കൊടുത്തിട്ട് അതിന് ഈക്വലായിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഏകദേശം വരയുന്നതാണ്. ഡിവൈഡ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതുപോലത്തെ ടൈപ്പ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ താഴെ പാനലും മേലെ ഗ്ലാസ്സും ഉള്ള ടൈപ്പ് വേണമെങ്കിൽ ചെയ്യാം. അത് എങ്ങനെ മോഡൽ വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെയാണ് ഇത് ഫ്രെയിമിങ് ചെയ്യുന്നത്. ഇങ്ങനെയാണ്. അതായത് 4 കൊടുക്കുക, എക്സ്പ്ലോഡ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് ആ ലൈൻസ് പോപ്പ് ചെയ്ത് വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് 2 ഭാഗത്തേക്കായിട്ട് ഓഫ്സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ സെൻറ്ററിലുള്ള എല്ലാ ലൈൻസും എറേസ് ചെയ്തിട്ട് പിന്നെ ഓഫ്സെറ്റ് 5 ഉള്ളിലേക്ക് ഗ്ലാസിൻ്റെ ഈ ചട്ടയും സ്റ്റൈല്, ഇതിനെ സ്റ്റൈൽ എന്ന് പറയും, ഇതിനെ ഫ്രെയിം എന്ന് പറയും. ഇതിൻ്റെ ഉള്ളിലെ ഗ്ലാസ്സും ഉണ്ട്. അപ്പോൾ ഗ്ലാസിൻ്റെ സിമ്പലും ഒന്ന് കാണിച്ചു കൊടുക്കും. ഇനി ഇപ്പം നമ്മൾ അതിൻ്റെ അകത്ത് കുറേ വിൻഡോ ടൈപ്പ് കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ 150 ഉണ്ട്. ഇതിപ്പോൾ 200 150 ആണ് വരുന്നത്. ഇനി അടുത്തത് 150 ഇപ്പം ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഓരോ തവണയും നിങ്ങൾ ഇത് ചെയ്യണം നിർബന്ധമില്ല. എന്ത് ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു പോർഷനെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഈ 3 കോളം കിട്ടി കറക്റ്റായിട്ട്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ആദ്യം ഇവിടെ ഒരു ലൈൻ വരച്ച് വെക്കുക. ഇങ്ങനെ ലൈൻ വരച്ച് വെച്ചിട്ട് അതാണ് ഫ്രെയിമിൻ്റെ എൻഡ് വരുന്നത്. ഒരു ടൂളുണ്ട് മോഡിഫൈൻ്റെ അകത്ത് സ്ട്രെച്ച് എന്ന് പറയുന്ന ടൂള്. സ്ട്രെച്ച് ആണ് ഷോർട്ട് കട്ട് വരിക. സ്ട്രെച്ച് ആണ് അതിൻ്റെ ഷോർട്ട് കട്ട് വരുന്നത്. സ്ട്രെച്ച് എന്ന് പറയുന്ന ടൂള്. എൻ്റർ അടിക്കാം. സ്ട്രെച്ച്. അപ്പോൾ സ്ട്രെച്ച് എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ഇവിടെ പോയിൻ്റൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ സെലക്ട് ചെയ്യുക. ഈ ഒരു പോർഷൻ ഇത് ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്യുക. ഈ ഒരു പോയിൻ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വലിച്ചു കൊടുക്കുക. ഇങ്ങോട്ട് വലിക്കുമ്പോൾ അത് കട്ടായി പോകും. പക്ഷേ അതിൻ്റെ ഈ ഫ്രെയിം ഇങ്ങനെയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇതിനെ കോപ്പി എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കോപ്പി എടുത്തതിന് ശേഷം ഈ ഒരു ഫ്രെയിമിങ് അങ്ങ് ഒഴിവാക്കുക. ഇതുണ്ടോ? ഈ ഒരു ഫ്രെയിമിങ് അങ്ങ് ഒഴിവാക്കിയിട്ട് സ്ട്രെച്ച് എടുക്കുക. എന്നിട്ട് ഇത്രയും പോർഷൻ സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്യുക. ഈ പോയിൻ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടോ 3 കോളായില്ലേ? ഇതേപോലെ തന്നെ നമുക്കിനി വേണമെങ്കിൽ 2 കോളത്തിൻ്റെതും ചെയ്യാം. ഒരു കോപ്പി എടുത്ത് വെച്ചിട്ട് ആദ്യം തന്നെ ഒരു ലൈന് അവിടെ മാർക്ക് ചെയ്ത് വെക്കണം. ഇതങ്ങ് എറേസ് ചെയ്ത് കൊടുത്തു. സ്ട്രെച്ച് എടുക്കുക. എൻ്റർ. കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക. എൻ്റർ ചെയ്യുക. ഒരു പോയിൻ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വലിച്ചു കൊടുക്കുക. ഇപ്പോൾ 2 കോളായിട്ട് മാറി. അപ്പോൾ 100 150 കിട്ടി. നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇത് എറേസ് ചെയ്തു. ഇത് ചെക്ക് ചെയ്യണമെങ്കിൽ ഡിസ്റ്റൻസ് TI അത് പോയിന്റിന് എന്തോ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് 104 വന്നത്. ആ പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തെന്തോ മാറിപ്പോയിട്ടുണ്ട്. അല്ലെങ്കിൽ 100 കറക്റ്റ് കിട്ടും. 100 അതേപോലെ ഡിസ്റ്റൻസ് 150 ഇതുണ്ടോ 150. അതുപോലെ ഇവിടെ അങ്ങനെ തന്നെ 150. ഇവിടെ എന്തോ 2.2 അതായത് നമ്മൾ നേരത്തെ ഒരു ലൈൻ ഇവിടെ വരക്കുന്നുണ്ടല്ലോ, അത് കറക്റ്റ് ലൈനായിരിക്കണം, അല്ലെങ്കിൽ മാറിപ്പോവും. അപ്പോൾ ലൈൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതൊന്ന് മാറ്റി കൊടുക്കുക. കറക്റ്റാക്കി കൊടുത്താൽ മതി. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഇത് ലെങ്ത്ത് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ
ഇതേ സംഭവം തന്നെ നമുക്ക് 120 ഹൈറ്റിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് 120 ഹൈറ്റാണ് നമുക്കിപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത്, കിച്ചൻ്റെ അത് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെയാണ് ഹൈറ്റ് വരിക, അല്ലെങ്കിൽ ഇവിടുന്ന് മുകളിലേക്കും കൊടുക്കാം. ഇങ്ങോട്ട് താഴ്ത്തി കൊടുത്താൽ ഇത് 120 ഹൈറ്റായി. DI എൻ്റർ ചെയ്യുക, 120 ഹൈറ്റായി. അങ്ങനെ ഒരു തവണ വരച്ചിട്ട് നമുക്കത് തന്നെ കോപ്പി എടുത്തിട്ട് ഇതേപോലെ സ്ട്രെച്ച് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ സ്ട്രെച്ച് ടൂളിൻ്റെ യൂസേജ് ഇതൊക്കെയാണ്. ഇതുപോലെ ഇപ്പോൾ ഈ വിൻഡോൻ്റേത് മാത്രമല്ല, നമുക്കിപ്പോൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ചില റൂമുകൾ നമുക്കിപ്പോൾ ആവശ്യമില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ആ റൂം നമുക്ക് കട്ട് ചെയ്ത് കളയണമെങ്കിൽ നമ്മൾ ട്രിം അല്ലെങ്കിൽ എറേസ് ഒക്കെ യൂസ് ചെയ്യുന്നതിന് പകരം ആ ഒരു റൂമും ആ ഒരു സൈഡ് കംപ്ലീറ്റ് നമുക്കൊന്ന് ചുരുക്കണം എന്നുണ്ടെങ്കിൽ ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ചുരുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ അത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു നമുക്ക് എത്ര വരെയാണോ വേണ്ടത് അതിൻ്റെ കറക്റ്റ് പോയിന്റ് കറക്റ്റായിരിക്കണം എന്നുള്ളതാണ്. അത് കറക്റ്റായി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ ഹൈറ്റ് ചുരുക്കാനും ലെങ്ത്ത് ചുരുക്കാനും എന്തും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഡ്രോയിങ്ങിൽ ചേഞ്ചസ് ഒന്നും ഇല്ലാണ്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ഡ്രോയിങ് ചെയ്യാം. ഇപ്പോൾ ഒരെണ്ണേ നമ്മൾ വരച്ചിട്ടുള്ളൂ, അതിൻ്റെ കോപ്പി എടുത്ത് നമ്മളതിനെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ ചുരുക്കിയാണ് നമ്മളിത് ചെയ്തത്. ഇപ്പോൾ ഇതിൻ്റെതും അതുപോലെ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ 120 ഹൈറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓഫ്സെറ്റ് 30 ആണ് കുറക്കേണ്ടത്. ഇപ്പോൾ 150 ആണ് ഹൈറ്റ് ഉള്ളത്. ഒന്നുകിൽ താഴെ അല്ലെ മുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്ട്രെച്ച് എടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും പോർഷൻ സെലക്ട് ആയിട്ടുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് ഈ പോയിന്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ ഇത് അങ്ങനെ അഡ്ജസ്റ്റ് ആവും. എന്താ ഇപ്പോൾ ഹൈറ്റ് കറക്റ്റ് കിട്ടി. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡിസ്റ്റൻസ് 120 ഹൈറ്റ്.